ക്രൗൺ പ്ലാസയിലുള്ള ഞങ്ങളുടെ സെക്കൻഡ് ഡേ ആണ് ഇന്ന്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് സോക്കയിലാണ് വന്നിട്ടുള്ളത്. ക്രൗൺ പ്ലാസയുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. അതിന് മുൻപിലായിട്ട് നല്ല ഭംഗിയുള്ള ഒരു അക്വേറിയം ഉണ്ടായിരുന്നു. മക്കളത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കയറി. ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. കേക്ക്സും പേസ്ട്രീസും ബ്രെഡും അങ്ങനെ എല്ലാ തരം നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ ഫുഡുകൾ എല്ലാം തന്നെ ഉണ്ടായിരുന്നു. ജ്യൂസിൻ്റെ വെറൈറ്റിയും ഫ്രൂട്ട്സ് കട്ട് ചെയ്തതും അങ്ങനെ എന്താ പറയുക, നമുക്ക് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇത്ര അടിപൊളിയായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് കാണുന്നത്. നമുക്ക് എവിടുന്ന് തുടങ്ങണം തന്നെ ഡൗട്ടായിരുന്നു. അന്നേട്ടൻ സാധാ ദോശയും ചമ്മന്തിയാണ് കഴിച്ചത്. ഞാൻ സേമിയ ഉപ്പുമാവും പിന്നെ കുറച്ച് സോസേജും എഗ്ഗും ഒക്കെയാണ് കഴിച്ചത്. അങ്ങനെ നമ്മൾ ക്രൗൺ പ്ലാസയോടെ വിട പറഞ്ഞ് ഇറങ്ങാണ്. അങ്ങനെ ഞങ്ങൾ കുറെ നാൾക്ക് ശേഷം ഒരാളെ കാണാൻ പോവാണ് കേട്ടോ. അതാരാണ്, എവിടെയാണ്, എന്താണെന്നൊക്കെ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അപ്പൊ ചക്കര ക്ലൂ കൊടുത്തിട്ടുണ്ട്. എന്തമ്മ സൂപ്പറിട്ട് ആരോ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്റെ ഫ്രണ്ടും കൂടിയാണ്. ആ ഓക്കെ, നമുക്കപ്പോ അവിടെ എത്തിയിട്ട് കാണാം. അപ്പൊ നമ്മള് ഡെസ്റ്റിനേഷനിലെത്തി. അപ്പൊ നമ്മള് എത്തിയിരിക്കുന്ന എവിടെയാ നോക്കിയേ? മക്കളെ ഡാൻസ് ക്ലാസ്സിൽ പോയിരിക്കുകയാണ്. അപ്പൊ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞാൽ അപ്പൊ ആരെങ്കിലും കാണിച്ചു. കുറേ നാൾ കൂടി കണ്ടതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഞങ്ങളുടെ എല്ലാവരുടെ മുഖത്തുണ്ടായിരുന്നു. ഒരുപാട് വിശേഷങ്ങൾ ഞങ്ങൾക്ക് ഷെയർ ചെയ്യാനുണ്ടായിരുന്നു. കുറച്ച് സമയം ഞങ്ങൾ സ്വയം മറന്ന് സംസാരിച്ചു എന്ന് തന്നെ വേണം പറയാൻ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും വായടയ്ക്കാൻ തന്നെ നേരം ഉണ്ടായിരുന്നില്ല. അത്രയധികം നേരം ഞങ്ങൾ ചറപറാന്ന് സംസാരിച്ച് അങ്ങനെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് കഴിഞ്ഞപ്പോഴാണ് എന്തെങ്കിലും കഴിക്കാന്നുള്ള കാര്യം ഞങ്ങൾ ഓർത്തത്. അപ്പൊ റിൻസ് നമുക്ക് എന്തോ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനൊരു കാര്യം ആവശ്യപ്പെട്ടിട്ടുള്ളൂ, ഞങ്ങൾക്ക് തൃശ്ശൂര് തിരിച്ചെത്തണം. തൃശ്ശൂരിനല്ല, ഇനി എവിടെ വേണോ അവിടെ വരെ കുഴപ്പമില്ല, അതായിട്ട് കഴിക്കാം. ഇതിന്റെ വേറൊരു ഹൈലൈറ്റ് എന്താ അറിയാം, അത് ടേസ്റ്റ് പോലും നോക്കിയിട്ടില്ല. നമ്മളൊന്നും മനുഷ്യരുടെ വസ്തുവാണ്. എന്തായാലും സാധനം ഒന്ന് കാണാം അല്ലേ? റെക്കോർഡാ ഗൈസ്, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഈ ദുനിയാവിലുള്ള എല്ലാ സാധനങ്ങളും ഞാൻ ഇട്ടിട്ടുണ്ട്. അതെ അതെ, എന്റെ സ്നേഹം, എന്റെ കരുണ, എന്റെ ദയ. അങ്ങനെ ഇതിന്റെ പേരൊന്ന് പറഞ്ഞോ? ശരിക്കും അപ്പോഴേക്കും പോയിട്ട് നമുക്ക് വേണ്ടിയിട്ട് കുഴിമന്തിയൊക്കെ മേടിച്ചിട്ട് വന്നു. കാരണം നമ്മൾ ആരും പറഞ്ഞിട്ടില്ലല്ലോ അവിടെ വരുന്നുള്ളത്. അതുകൊണ്ട് അവർക്ക് അറിയണ്ടായിരുന്നില്ല. അവരുടെ വീട്ടിൽ അവർക്കുള്ള ഫുഡേ അവർ കരുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഫുഡ് പുറത്തുനിന്ന് മേടിച്ചു. ഞങ്ങൾ ഒരുമിച്ച് ഇരുന്നിട്ടാണ് കഴിച്ചത്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഹാളിൽ വന്നിരുന്നു. അപ്പോൾ അവിടെ കാണുന്നതാണ് നമ്മൾ മേടിച്ച് കൊണ്ടുവന്നിട്ടുള്ള ചോക്ലേറ്റ് ട്രിഫിൾ എന്ന് പറഞ്ഞിട്ടുള്ള കേക്ക്. ക്രൗൺ പ്ലാസയിലെ കേക്ക് സെക്ഷനിൽ നിന്നാണ് കേട്ടോ നമ്മൾ ഈ കേക്ക് വാങ്ങിയിട്ടുള്ളത്. ഈ കേക്ക് എപ്പോഴാണ് മുറിക്കുക എന്ന് ആലോചിച്ചിട്ട് നമ്മുടെ ചക്കരക്കുട്ടി കുറേ നേരമായി കേക്കിലോട്ട് കണ്ണു നട്ട് നോക്കിയിരിക്കാൻ തുടങ്ങിയിട്ട് കേട്ടോ. ഇവരാണെങ്കിൽ മഴവിൽ മനോരമയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഭയങ്കര ഫ്രണ്ട്സായിരുന്നു. ഇപ്പം രണ്ടുപേർക്കും നല്ല നാണം, ഒന്നും മിണ്ടാനില്ല. അങ്ങനെ ഞങ്ങൾ കേക്ക് കട്ടിങ് സെഷനിലേക്ക് കടന്നു. എല്ലാവരും റീയൂണൈറ്റഡ് ആയിരിക്കുകയാണ്. ഇപ്പൊ ഞങ്ങൾ കേക്ക് മുറിക്കാൻ പോവാണ്. പരാച്ചക്കിളി ആരൊക്കെയാ വന്നിരിക്കുന്നത് നമ്മളെ വീട്ടിൽ? ഞങ്ങള് അവര് കൊണ്ടുവന്ന കേക്കാണ് നമുക്ക് വേണ്ടിട്ട്. ഇത് ചോക്ലേറ്റിന്റെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് എല്ലാവരും കൂടി കട്ട് ചെയ്ത് വെക്കാം. ഓക്കെ. ഇൻഷാല്ല ഈ സെയിം വീഡിയോയിൽ തന്നെ നമ്മൾ ഇനി തൃശ്ശൂർ വന്നിട്ട് ഹായ് വരും. ബൈ ബൈ. അപ്പൊ നമ്മുടെ യാത്രയ്ക്ക് ഏകദേശം തീരുമാനമായിട്ടുണ്ട്. നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.
ഓക്കെ ബൈ.